എല്ലാവരും കൈവിട്ടപ്പോൾ അവളുടെ കൈ പിടിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു. അങ്ങനെ 2 ജീവിതങ്ങൾ ഒരു താലിനൂലിൽ കോർക്കപ്പെട്ട പുതിയൊരു അധ്യായം ആരംഭിച്ചു. വെൽക്കം ടു സ്റ്റോറി രഹസ്യബന്ധം എപ്പിസോഡ് 8. റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ ഇരച്ചു കയറുമ്പോൾ ദേവന്റെ മനസ്സ് അതിലും വേഗത്തിൽ പായുകയായിരുന്നു. വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടുനടന്ന പ്രണയം മീരയുടെ മുന്നിൽ തുറന്നു പറഞ്ഞതിന്റെ ആശ്വാസം ഒരു വശത്തുണ്ടായിരുന്നുവെങ്കിലും അവളുടെ വിറയ്ക്കുന്ന മൗനം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ട്രെയിനിന്റെ ജനൽക്കമ്പികളിൽ തലചായ്ച്ചിരിക്കുമ്പോൾ മീരയുടെ ആ വിളറിയ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. തന്റെ വെളിപ്പെടുത്തൽ അവളെ കൂടുതൽ മുറിവേൽപ്പിച്ചോ എന്ന ഭയം അവനെ വേട്ടയാടി. മീരയുടെ മനസ്സിൽ ഇനി തനിക്കൊരു സ്ഥാനം ലഭിക്കുമോ, അതോ ഈ സുരക്ഷിതമായ സൗഹൃദം കൂടി അവന് നഷ്ടപ്പെടുമോ എന്ന ചിന്ത അവനെ കടുത്ത ആത്മസംഘർഷത്തിലേക്ക് തള്ളിവിട്ടു. അതേസമയം ഹൈദരാബാദിലെ ലോക്കൽ പോലീസ് സ്റ്റേഷന്റെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് കാവ്യയും ഹരിയും പരസ്പരം കടിച്ചു കീറുകയായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ച് തന്നെ തള്ളിപ്പറഞ്ഞ ഹരിയോട് കാവ്യയ്ക്ക് കടുത്ത അമർഷവും ദേഷ്യവും തോന്നി. എങ്കിലും തങ്ങളുടെ സ്വാധീനവും പണവും ഉപയോഗിച്ച് എത്രയും വേഗം ജാമ്യത്തിലിറങ്ങാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. മീരയെയും ദേവനെയും അത്ര പെട്ടെന്ന് വെറുതെ വിടാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. ദേവന്റെ പ്രണയം മീര അറിഞ്ഞ സ്ഥിതിക്ക് അത് വെച്ച് പുതിയൊരു ചതി കെട്ടി ഉയർത്താനും മീരയുടെ ബിസിനസ് തകർക്കാനും അവർ അണിയറയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ദേവൻ പോയതിനു ശേഷം ആ വലിയ ഓഫീസിലിരുന്ന് മീര ശൂന്യതയിലേക്ക് നോക്കി കണ്ണീരൊഴുക്കി. കാവ്യയുടെയും ഹരിയുടെയും അടുത്ത നീക്കങ്ങളെക്കുറിച്ച് അവൾക്ക് കൃത്യമായ ഭയമുണ്ടായിരുന്നു. തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അവർ ഇനി ഒരിക്കലും അനുവദിക്കില്ലെന്ന് അവൾക്ക് ബോധ്യമായി. തന്നെ തള്ളിപ്പറഞ്ഞ സ്വന്തം വീട്ടുകാരും വഞ്ചിച്ച ഭർത്താവും അനിയത്തിയും ഇനി ആരുണ്ട് തനിക്ക് ഒന്നുറക്കെ കരയാൻ പോലും? ഈ ആലോചനകൾക്കിടയിലാണ് ദേവൻ വീണ്ടും അവളെ ഫോണിൽ വിളിക്കുന്നത്. നാട്ടിലെത്തിയ ദേവന്റെ ശബ്ദത്തിൽ വലിയൊരു നിശ്ചയദാർഢ്യവും കരുതലും ഉണ്ടായിരുന്നു. ദേവൻ വളരെ ഗൗരവത്തോടെയും എന്നാൽ ആർദ്രമായി, മീര, ഹരിയും കാവ്യയും നിന്നെ ഇനിയും വേട്ടയാടും. അതിനവർക്ക് ഈ സമൂഹം നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. നിന്നെ സഹായിക്കാൻ ഇപ്പോൾ എനിക്ക് ചില പരിമിതികളുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് എത്രത്തോളം നിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, അതിനും അതിരുകളുണ്ട്. പക്ഷേ ഇനിയും അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ നിന്നെ എനിക്ക് വിട്ടുതരാൻ കഴിയില്ല. മീര നിസ്സഹായതയോടെ തൊണ്ടയിടറി. എനിക്കറിയില്ല ദേവ, ഞാനിപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. എൻ്റെ മുന്നിൽ ഇനി മറ്റൊരു വഴിയുമില്ല. ദേവൻ അല്പം മടിച്ചു നിന്ന ശേഷം ധൈര്യം സംഭരിച്ച്, ഒരു വഴിയുണ്ട് മീര. തൽക്കാലം നീ എൻ്റെ ഭാര്യയാകണം. നമുക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്യാം. എൻ്റെ പ്രണയം നീ ഇപ്പോൾ സ്വീകരിക്കണമെന്നോ എന്നെ ആ രീതിയിൽ കാണണമെന്നോ ഞാൻ ഒട്ടും നിർബന്ധിക്കില്ല. ഒരു 6 മാസം. ആ 6 മാസം നീ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ നിൽക്കണം. നിന്നെ തകർക്കാൻ നോക്കുന്നവരുടെ മുഖത്തടിക്കുന്ന മറുപടിയാകണം അത്. അതിനുശേഷവും നിനക്കെന്നെ ഒരു സുഹൃത്തിനപ്പുറം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പരസ്പര സമ്മതത്തോടെ ഡിവോഴ്സ് വാങ്ങാം. ഞാൻ നിന്നെ എൻ്റെ വഴിക്ക് നിർബന്ധിക്കില്ല. ഇത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ദേവന്റെ ആ അപ്രതീക്ഷിത നിർദ്ദേശം കേട്ട് മീരയുടെ മനസ്സൊരു നിമിഷം തരിച്ചുപോയി. ആദ്യം അവൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയെങ്കിലും പതുക്കെ ചിന്തിച്ചപ്പോൾ അവൾക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. തന്നെ പൂർണ്ണമായും കൈവിട്ട വീട്ടുകാരുടെ അടുത്തേക്ക് ഇനി മടങ്ങിപ്പോകാൻ കഴിയില്ല. തന്നെ വഞ്ചിച്ച ഹരിയും കാവ്യം ഇനിയും തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. അതിലുപരി താനും ദേവനും തമ്മിലുള്ള ഈ സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവിയിൽ സമൂഹം തങ്ങളെ തന്നെയായിരിക്കും തെറ്റുകാരെ ചിത്രീകരിക്കുക. തനിക്കൊപ്പം നിൽക്കുന്ന ദേവന് അതൊരു ചീത്തപ്പേരുണ്ടാകും. തനിക്ക് തണലായി നിന്നവൻ്റെ ആത്മാർത്ഥതയിൽ അവൾക്കൊട്ടും സംശയമില്ലായിരുന്നു. ഇനിയും ചിന്തിച്ച് സമയം കളയാൻ അവൾ തയ്യാറായില്ല. അവളുടെ മനസ്സുറച്ചു. നിറഞ്ഞ കണ്ണുകളോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ദേവനോട് പറഞ്ഞു, എനിക്ക് സമ്മതമാണ് ദേവ, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. ആ വാക്കുകളിൽ തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു പെണ്ണിൻ്റെ ആത്മവിശ്വാസവും തന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നതിനോടുള്ള പൂർണ്ണമായ വിശ്വാസവും നിറഞ്ഞു നിന്നിരുന്നു. ചതിയുടെ ഇരുട്ടിനെ കീറിമുറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കും പോരാട്ടത്തിലേക്കും അവർ ഒരുമിച്ച് ചുവടുവെക്കാനൊരുങ്ങി. ഹൈദരാബാദിലെ ആ ചെറിയ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ ദേവൻ അക്ഷമനായി കാത്തു നിൽക്കുകയായിരുന്നു. അവനൊപ്പം അവൻ്റെ ജീവനായ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു ടാക്സി വന്ന് അവിടെ നിന്നത്. കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ മീരയെ കണ്ടതും ദേവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ചലനമറ്റതുപോലെയായി. സിമ്പിളായ ഒരു കേരള സാരിയായിരുന്നു അവളുടെ വേഷം. മുഖത്ത് വലിയ മേക്കപ്പുകൾ ഒന്നുമില്ലായിരുന്നു. ആ സാരിത്തുമ്പും അവളുടെ വിഷാദം കലർന്ന കണ്ണുകളും അവളെ അതീവ സുന്ദരിയാക്കിയിരുന്നു. വല്ലാത്തൊരു കുലീനത അവളിൽ നിഴലിച്ചു നിന്നു. ദേവൻ കണ്ണെടുക്കാതെ മീരയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ സുഹൃത്തുക്കൾ പതുക്കെ ചിരിക്കാനും അവനെ തോണ്ടാനും തുടങ്ങി. സുഹൃത്ത് ചിരിയോടെ പതുക്കെ, ഡാ ദേവ, മതി നോക്കി നിന്നത്, കണ്ണ് തട്ടുമിടാ, കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം, ഇങ്ങോട്ട് നോക്ക്. മറ്റൊരാൾ പറഞ്ഞു, അതേടാ അളിയ, ദാ ഇപ്പോഴേ ഫ്ലാറ്റായി കഴിഞ്ഞു മീര. ഇവൻ രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്, ശ്വാസം നേരി വീണത് ഇപ്പോഴാ. സുഹൃത്തുക്കളുടെ കളിയാക്കൽ കേട്ട് ദേവൻ്റെ മുഖത്ത് ചെറിയൊരു നാണം വിരിഞ്ഞു. മീരയുടെ ചുണ്ടിലും നേർത്തൊരു പുഞ്ചിരി വന്നെങ്കിലും അവളുടെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റായിരുന്നു. അവർ അകത്തേക്ക് നടന്നു. രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് ഇരുവരും ഒന്നിച്ച് ഒപ്പുവെച്ചു. ദേവൻ മീരയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ അണപൊട്ടി ഒഴുകുകയായിരുന്നു. ആ കണ്ണീർ സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട് താൻ ഒറ്റപ്പെട്ടു പോയെന്ന് കരുതിയ ജീവിതത്തിന് മുന്നിൽ ഒരു ദൈവത്തെ പോലെ വന്ന് കൈപിടിച്ച ഈ മനുഷ്യനോടുള്ള അടക്കാനാകാത്ത ആദരവും നന്ദിയും കൊണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം മധുരം നൽകി അവരെ യാത്രയാക്കിയ ശേഷം ദേവനും മീരയും മാത്രമായി.
ദേവൻ മീരയെ നോക്കി ആശ്വസിപ്പിക്കുന്നത് പോലെ പുഞ്ചിരിച്ചു. അവൻ അവളുടെ വിറയ്ക്കുന്ന കൈകളിലേക്ക് പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു, മീര, നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. നിയമപരമായി നിന്നെ തൊടാനോ ദ്രോഹിക്കാനോ ഇനി ആർക്കും അവകാശമില്ല. എൻ്റെ പ്രണയം നിനക്കൊരു ഭാരമാകില്ലെന്ന് ഞാൻ വീണ്ടും ഉറപ്പു തരുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബന്ധത്തിൽ നിന്നും മാറാം. ദേവൻ്റെ വാക്കുകൾ കേട്ട് മീരയുടെ മനസ്സൊന്ന് ശാന്തമായി വരുമ്പോഴേക്കും അവളുടെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ അമ്മ എന്ന് തെളിഞ്ഞതും കണ്ട് മീരയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. തന്നെ തൻ്റെ അവസ്ഥയും അറിയാൻ ശ്രമിക്കാതെ ചതിയന്മാരായ ഹരിയുടെയും കാവ്യയുടെയും വാക്ക് കേട്ട് അന്ന് ഫോൺ കട്ട് ചെയ്ത അമ്മയാണ് ഇപ്പോൾ വിളിക്കുന്നത്. വിറയ്ക്കുന്ന കൈകളോടെ മീര ഫോൺ എടുത്തു. അമ്മ മറുതലയ്ക്കൽ ഏങ്ങലടിച്ചുകൊണ്ട്, മോളെ മീരെ, മോളെ. അമ്മയുടെ ഈ കരച്ചിൽ കേട്ടതും മീരയുടെ ഉള്ളലിഞ്ഞു. അവളൊന്നും മിണ്ടാതെ മൗനമായി നിന്നു. അമ്മ തുടർന്നു, ഞങ്ങളോട് ക്ഷമിക്കുക. അമ്മയ്ക്കും അച്ഛനും തെറ്റുപറ്റി. ആ കാവ്യം ഹരിയും കൂടി എന്തൊക്കെയോ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയത്. നിന്റെ ജീവിതം തകർത്തത് പോരാഞ്ഞിട്ട് നിന്നെയും ആ ദേവനെയും ഇല്ലാതാക്കാൻ അവർ അവിടെയും ഗുണ്ടകളെ വിട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു മോളെ. സ്വന്തം ചോരയാണെന്ന് കരുതി ഞങ്ങൾ അവളെ വിശ്വസിച്ചു. ഞങ്ങളെ നീ ശപിക്കരുത് മോളെ. നിന്നെ ഓർത്ത് ഈ അച്ഛനും അമ്മയും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഫോൺ അച്ഛൻ വാങ്ങി. അച്ഛൻ്റെ ശബ്ദവും വല്ലാതെ ഇടറിയിരുന്നു. അച്ഛൻ, മോളെ, നീ അനുഭവിച്ച സങ്കടങ്ങളൊന്നും പകരമാകില്ല ഞങ്ങളുടെ മാപ്പ്. എങ്കിലും അച്ഛനോടും അമ്മയോടും ക്ഷമിക്കുക. നീ ഒന്ന് നാട്ടിലേക്ക് വാ മോളെ. നിന്നെ ഒന്ന് നേരിട്ട് കാണണം. നീ വരണം മോളെ. ഫോൺ കട്ടായി. മീരയ്ക്ക് പിന്നീട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ രജിസ്റ്റർ ഓഫീസിൻ്റെ ഒരു വശത്തെ തൂണിലേക്ക് ചാരിയിരുന്നു പോയി. അവളുടെ ചുണ്ടിൽ നിന്നും ഉച്ചത്തിലുള്ള കരച്ചിൽ പുറത്തേക്ക് വന്നു. കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ വിതുമ്പി വിതുമ്പി കരഞ്ഞു. സ്വന്തം അനിയത്തിയും ഭർത്താവും ചതിച്ചപ്പോൾ തോന്നിയതിനേക്കാൾ വലിയൊരു ശൂന്യതയും സങ്കടവും ഇപ്പോൾ മാതാപിതാക്കളുടെ ആ വിലാപം കേട്ടപ്പോൾ മീരയ്ക്ക് തോന്നി. തന്നെ ഓർത്ത് അവർ ഇത്രയധികം വേദനിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കുറ്റബോധം ഇരട്ടിച്ചു. കരഞ്ഞു തളർന്ന മീരയുടെ അരികിലേക്ക് ദേവൻ വന്നിരുന്നു. അവൻ അവളുടെ തോളിൽ പതുക്കെ തട്ടി ആശ്വസിപ്പിച്ചു. എങ്കിലും ദേവൻ്റെ ഉള്ളിൽ ഒരു നേർത്ത സംശയം ഉടലെടുത്തിരുന്നു. ദേവൻ മനസ്സിൽ, ഇത്രയും നാൾ ഹരിയുടെയും കാവ്യയുടെയും കൂടെ നിന്ന് അച്ഛനും അമ്മയും പെട്ടെന്ന് ഇത്രയും വൈകാരികമായി വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിന് പിന്നിൽ വീണ്ടും ആ കാവ്യയുടെ എന്തെങ്കിലും പുതിയ തന്ത്രങ്ങളുണ്ടാകുമോ? ഹരിയും കാവ്യയും ജാമ്യത്തിലിറങ്ങി നാട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തി വീണ്ടും മീരയെ നാട്ടിലേക്ക് വരുത്താൻ കളിക്കുന്ന നാടകമാണോ ഇത്? ദേവൻ പതുക്കെ മീരയുടെ മുഖത്തേക്ക് നോക്കി. മീര എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൾ ദേവനെ നോക്കി. മീര, ദേവ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നാട്ടിലേക്ക് പോകണോ? അവർ എന്നെ ചതിച്ചവരാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയുമല്ലേ? ദേവൻ വളരെ പക്വതയോടെ, മീര, നീ വിഷമിക്കണ്ട. എന്തായാലും അച്ഛനും അമ്മയും അല്ലേ വിളിച്ചത്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഹരിയുടെയും കാവ്യയുടെയും മുഖംമൂടി അഴിഞ്ഞു വീണതുകൊണ്ടാകാം അവർ ഇത്രയും സങ്കടത്തോടെ വിളിച്ചത്. അതുകൊണ്ട് നീ നാട്ടിലേക്ക് പോകണം. അച്ഛനെയും അമ്മയും കണ്ടിട്ട് തന്നെ വരാം. മീര, പക്ഷെ ദേവ, നമ്മളിപ്പോൾ ചെയ്ത ഈ വിവാഹം ഇതവർ അറിഞ്ഞാൽ? ദേവൻ അല്പം ചിന്തിച്ച ശേഷം, അതാണ് ഞാനും ആലോചിക്കുന്നത്. നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല. കാവ്യം ഹരിയെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. നമ്മൾ വിവാഹം കഴിച്ചു എന്ന കാര്യം ഇപ്പോൾ നാട്ടിൽ അറിഞ്ഞാൽ അവർ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കും. നിന്റെ അച്ഛനും അമ്മയും അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വിവാഹക്കാരൻ ഒരു രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. നമ്മൾ തമ്മിൽ ഒരു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ കാര്യം ഇപ്പോൾ ആരും അറിയണ്ട. നീ നാട്ടിൽ ചെന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്ക്. നിന്റെ നേടലായി നിനക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു സുഹൃത്തായി ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. ദേവൻ്റെ ആ വാക്കുകൾ മീരയ്ക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. തൻ്റെ സുരക്ഷയ്ക്കും തൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനും വേണ്ടി ദേവൻ സ്വന്തം പ്രണയം പോലും ഒളിച്ചു വെക്കാൻ തയ്യാറാകുന്നത് കണ്ടപ്പോൾ മീരയുടെ മനസ്സിൽ അവനോടുള്ള ബഹുമാനം ഒന്നുകൂടി വർദ്ധിച്ചു. അങ്ങനെ കഴുത്തിൽ താലിമാല സാരിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ചതിയുടെ പുതിയ വഴികളെയോ അതോ സ്നേഹത്തിൻ്റെ തിരിച്ചുവിളിയോ നേരിടാൻ മീര ദേവനൊപ്പം നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അവിടെ നാട്ടിൽ മീരയുമായി ഫോണിൽ സംസാരിച്ച് അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് ഫോൺ താഴെ വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് റൂമിൻ്റെ വാതിൽ തുറന്ന് കാവ്യം ഹരിയും അകത്തേക്ക് കയറി വന്നത്. ഹൈദരാബാദിൽ പോലീസ് പിടിച്ചെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി അവർ നേരെ നാട്ടിലെ വീട്ടിൽ വന്നിറങ്ങിയിരുന്നു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെയാണ് അവർ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വന്നു നിന്നത്. കാവ്യ വ്യാജമായ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും, അമ്മ ഇപ്പോഴും അവൾക്ക് വേണ്ടി കരയുകയാണല്ലേ? അമ്മ വിചാരിച്ചിരിക്കുന്നത് മീര ചേച്ചി അവിടെ വലിയ സങ്കടത്തിൽ കഴിയുകയാണെന്നാണ്. പക്ഷേ സത്യാവസ്ഥ അതല്ല അമ്മേ. അവൾ അവിടെ ആ ദേവൻ്റെ കൂടെ സുഖമായി ജീവിക്കുകയാണ്. ആ ദേവൻ മനഃപൂർവ്വം എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി എന്നെയും ഹരിയേട്ടനെയും കുറിച്ച് നാട്ടുകാരുടെ മുന്നിൽ കള്ളക്കഥകൾ ഉണ്ടാക്കിയതാണ്. മീരയെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ കളിച്ച നാടകമായിരുന്നു അതെല്ലാം. അതിന് ചേച്ചിയും കൂട്ടുനിന്നു. അമ്മ ഞെട്ടലോടെ കാവ്യയെ നോക്കി. നീ എന്തൊക്കെയാ മോളായി പറയുന്നത്? അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഹരി കൂട്ടിച്ചേർത്തു. വിശ്വസിക്കണം അമ്മേ. ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ആ ദേവൻ്റെ കൂടെ ഒരേ ഫ്ലാറ്റിലാണ് അവർ താമസം. മീര ഇനിയും അവിടെ നിർത്തിയാൽ ഈ കഥകൾ നാട്ടുകാർ മൊത്തം അറിയും. അതോടെ ഈ കുടുംബത്തിൻ്റെ മാനം പൂർണ്ണമായി പോകും. നാട്ടുകാരുടെ മുന്നിൽ ഇനിയും നാണം കെടാൻ വയ്യെങ്കിലും ഒരേ ഒരു വഴിയേ ഉള്ളൂ. മീരയുടെ കല്യാണം ഉടനടി നടത്തണം. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.